എന്താണ് കോടി? കോടി എന്നാൽ പ്രകാരം എന്നാണ് അർത്ഥം. പ്രകാരം 33 പ്രകാരത്തിലുള്ള അല്ലെങ്കിൽ 33 കോടി എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഉന്നതമായിരുന്നത്. കോടിക്ക് മുകളിൽ വേറെ ഒന്നുമില്ല. ഉണ്ടോ? കോടിക്ക് മുകളിലുണ്ടോ? ഉണ്ടോ? ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, കോടി. കോടി കഴിഞ്ഞാൽ എത്രയാ? പിന്നെ 1 കോടി 2 അത് ആവർത്തിക്കാനേ പറ്റുള്ളൂ അല്ലെ? സംഖ്യയിൽ 9 വലിയ സംഖ്യയുള്ളൂ അല്ലെ? 9 വരെയുള്ളൂ. 9 കൊണ്ട് സംഖ്യ ഇല്ല. 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞ പിന്നെ അതിന്റെ ആവർത്തനാണ് 10 അല്ലെ? 11 അതിന്റെ ആവർത്തനാണ് 12 അതിന്റെ ആവർത്തനല്ലേ അല്ലെ? 9 വരെയുള്ള പ്രധാന സംഖ്യയുള്ളൂ. പിന്നെ അതിന്റെ ആവർത്തനാണ്. അതുപോലെ കോടി കഴിക്കുമ്പോൾ വേറെ ഒന്നുമില്ല. എന്നാൽ അത് 1 കോടി 2 കോടി ആവർത്തിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ഉന്നതമായത് എന്ന അർത്ഥത്തിൽ കോടി വരുന്നുണ്ട്. അപ്പൊ 33 കോടി ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുക്കൾക്ക് 33 കോടി ദേവതയുണ്ട് എന്ന് പറഞ്ഞാല് ആരാ പറയാ? ആ 33 കോടി ദേവതകളുടെ പേര് പറയാൻ പറ്റുമോ? ഞാനിപ്പോ പറയാം. നിസ്സാര കാര്യമാണ്. അഷ്ടവസ്തുക്കള് കേട്ടിട്ടുണ്ടോ? അഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 അല്ലെ? അഷ്ടം എന്ന സംസ്കൃത വാക്ക് 8. അഷ്ടവസ്തുക്കള്, വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ എന്ന് പറയാം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. അഷ്ടവസ്തുക്കള്. അപ്പൊ എത്ര 8 ആയില്ലേ? 12 ആദിത്യന്മാര്. ആദിത്യൻ ആരാണ്? സൂര്യൻ അല്ലെ? 12 ആദിത്യന്മാര്. 11 രുദ്രന്മാര്. രുദ്രൻ എന്നാൽ ആരാണ്? ശിവൻ. 12 രുദ്രന്മാർ. അപ്പൊ എത്രയായി? അഷ്ടവസ്തുക്കള് 12 ആദിത്യൻ 20 ആയി. 11 രുദ്രൻ എത്രയായി? 31 ആയി. 31 അല്ലേ? 2 അശ്വിനി കുമാരന്മാര്. അപ്പൊ എത്രയായി? 33 കോടി. 33. ഈ 33 പ്രകാരത്തിലുള്ള ദേവതകളെയാണ് ഹിന്ദുക്കൾ പറയുന്ന 33 കോടി ദേവതകൾ എന്ന് പറയുന്നത്. ഈ 33 ആണ്. അഷ്ടവസ്തുക്കള്, 12 ആദിത്യന്മാര്, 11 രുദ്രന്മാര്, 2 അശ്വിനി ദേവന്മാര്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഗ്രന്ഥങ്ങൾ എത്രയാ? വേദങ്ങൾ തന്നെ 4 ഉണ്ട്. ആ 4 വേദങ്ങൾക്കൊക്കെ ഉപവേദമില്ലേ? ഇപ്പൊ അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം അല്ലെ? അങ്ങനെ ഉപവേദങ്ങളുണ്ട്. 108 ഉപനിഷത്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നു. കണ്ടെടുത്തിട്ടുള്ളത് നോക്കിയേട്ടാ. ഇതിഹാസങ്ങൾ എത്രയുണ്ട്? മഹാഭാരതവും രാമായണവും ഒക്കെ ഇതിഹാസങ്ങളിൽ പെടും. ആരണ്യകങ്ങളുണ്ട്. പിന്നെ ഭാഗവതം പോലുള്ള പുരാണ കഥകളായിട്ടുള്ളത്. പിന്നെ കാളിദാസൻ മുതലുള്ള അങ്ങനെയുള്ള ആചാര്യന്മാരെ രചിക്കപ്പെട്ട അത് വേറെ ഉണ്ട്. രാമായണം തന്നെ 200-ലധികം ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ രാമായണം എന്ന് പറഞ്ഞ് വായിക്കുന്നത് ഏതാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയ രാമായണമാണ് അല്ലെ? തമിഴ്നാട്ടിൽ പോയാല് കമ്പർ എന്നുള്ള കവി എഴുതിയ രാമായണമാണ് വായിക്കുന്നത്. UP ഭാഗത്ത് പോയി കഴിഞ്ഞാൽ തുളസീദാസ് എഴുതിയ തുളസി രാമായണമാണ് വായിക്കുക. അപ്പോ നമ്മുടെ രാജ്യത്ത് തന്നെ, ഭാരതത്തിൽ തന്നെ ഓരോ സ്റ്റേറ്റിലും ഇഷ്ടംപോലെ രാമായണങ്ങളുണ്ട്. ഭാരതത്തിന് പുറത്തുണ്ട്. മൊത്തം 200-ലധികം രാമായണം തന്നെയുണ്ട്. നമുക്ക് ഇതിൽ ഏത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആരാവാം? നമ്മൾ ഹിന്ദുവാണ് അല്ലെ? മക്കളത് പറ്റുമോ? ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്. പറ്റുമോ? അതൊറ്റ പാടുള്ളൂ. ആ ഒന്നേ പാടുള്ളൂ. അപ്പൊ മതവും ധർമ്മവും രണ്ടാണ്. നമ്മള് ഹിന്ദു മതമല്ല, നമ്മളുടെ ധർമ്മമാണ്. ധർമ്മം എന്നാൽ ഒരു മഹാസമുദ്രമാണെന്ന് കണക്കാക്കും. മതം എന്നാൽ ചെറിയൊരു കിണറാണ്. അമൃതാനന്ദമയി ദേവി അതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. മതം ധർമ്മം എന്താണ്? ആനയുടെ കാൽപാദില്ലേ, കാലടയാളം, അതാണ് ധർമ്മം. ഈ ആനയുടെ കാൽപാദത്തിനകത്ത് മറ്റെല്ലാ മൃഗങ്ങളുടെ കാലടയാളം കൊള്ളും. ഇല്ലേ? കൊള്ളില്ലേ? ഇല്ലേ? ധർമ്മത്തിനകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദു ധർമ്മത്തിനകത്ത് എത്ര മതമുണ്ട്? ഹിന്ദു ധർമ്മത്തിനകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഏതൊക്കെയാ? ബുദ്ധമതം. അത് ശ്രീബുദ്ധൻ സ്ഥാപിച്ചതാ. ബുദ്ധൻ എന്ന പ്രവാചകൻ, അവർക്ക് നിർവ്വാണമാണ് അവരുടെ ദൈവസങ്കല്പമല്ല, പകരം നിർവ്വാണമാണ്. ത്രിപിടിക എന്ന പുണ്യഗ്രന്ഥം. സിഖ് ഗുരുനാനാക്ക് സ്ഥാപിച്ചു. പക്ഷെ അത് ഒരു 10 ഗുരു പരമ്പരയുണ്ട്. ദശം സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഗുരു പരമ്പരയുണ്ട് അവർക്ക്. ഗുരു ഗോവിന്ദ സിംഗ് വരെയുള്ള ഗുരുനാനാക്ക് മുതൽ. അവരുടെ പുണ്യഗ്രന്ഥം ഗുരു ഗ്രന്ഥ സാഹിബാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഹിന്ദു ധർമ്മത്തിനകത്ത് വരുന്ന മതങ്ങളാണ്. സിഖ് മതം, ബുദ്ധമതം, ജൈനമതം, വൈഷ്ണവ മതം, ശാക്തേയ മതം, അങ്ങനെ കുറെ മതങ്ങളുണ്ട്. ഇതൊക്കെ ഹിന്ദു ധർമ്മത്തിനകത്ത് വരുന്നതാണ്. അവർക്ക് ഹിന്ദുക്കളാണ്. മറ്റെല്ലാം അങ്ങനെ ഇല്ല. കാരണം അതും മതമാണ്. ഇങ്ങനെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഹിന്ദു എന്ന വാക്ക് നമ്മളെ പറയാൻ തുടങ്ങിയത് ഈ സെമറ്റിക് മതങ്ങള്,
ഇവിടെ രൂപം കൊണ്ടു. ഉണ്ടായിരുന്നില്ല ഈ മതങ്ങളൊന്നും. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദു എന്ന വിഭാഗം മാത്രമേ ഈ ലോകത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റു മതങ്ങള്, ചില വ്യക്തികൾ മറ്റു മതങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ അവരിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പേരിടാൻ തുടങ്ങി. നമ്മൾ ഈ 10 ആളുണ്ടെങ്കിൽ നമുക്ക് പേരാവശ്യമുണ്ട്. ലോകത്ത് ഞാൻ മാത്രമുണ്ടെങ്കിൽ എനിക്കൊരു പേരിന്റെ ആവശ്യമുണ്ടോ? ലോകത്ത് ഞാൻ മാത്രമുള്ളൂ, എനിക്കൊരു പേരിന്റെ ആവശ്യമില്ലല്ലോ. ആളുകൾ കൂടുമ്പോഴാണ് തിരിച്ചറിയാൻ പേര് വരുന്നുള്ളൂ. അപ്പൊ മറ്റു പല സെമറ്റിക് മതങ്ങളും ഇവിടെ ഉണ്ടായപ്പോൾ അവരിൽ നിന്ന് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങിയതാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദു മതമല്ല, ഹിന്ദു എന്താണ്? അത് ധർമ്മമാണ്, അത് ജീവിത രീതിയാണ്. ഹിന്ദു ഒരു ജീവിത രീതിയാണ്.